നമസ്കാരം. പ്രധാന വാർത്തകൾ. ബിനോയ് വിശ്വത്തെ തള്ളിപ്പറയുന്ന ശബ്ദരേഖ വൈറലായതോടെ ഖേദം പ്രകടിപ്പിച്ച് CPI നേതാക്കൾ. ബിനോയ് വിശ്വത്തെ വിമർശിച്ച് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന നേതാക്കളുടെ ശബ്ദരേഖ പുറത്തു വന്നത് വിവാദമായതോടെ ഖേദപ്രകടനവുമായി CPI നേതാക്കൾ രംഗത്ത്. കമലാ സദാനന്ദനും KM ദിനകരനുമാണ് ബിനോയ് വിശ്വത്തോട് ഖേദം പ്രകടിപ്പിച്ചത്. വിവാദത്തോട് ബിനോയ് വിശ്വം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നടപടികളിലും നിലപാടുകളിലും കടുത്ത അതൃപ്തിയാണ് സംസ്ഥാന നേതാക്കളുടെ സംഭാഷണത്തിലുണ്ടായിരുന്നത്. സംസ്ഥാന നിർവാഹക സമിതി അംഗം കമലാ സദാനന്ദനും എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരനുമാണ് വിമർശനം ഉന്നയിച്ചത്. പറവൂർ മേഖലയിലെ വിഭാഗീയതയുടെ ബാക്കിയെന്ന നിലയിൽ പുറത്തുവന്ന ശബ്ദരേഖ സംസ്ഥാന നേതൃത്വം കാണുന്നതും വളരെ ഗൗരവത്തോടെയാണ്. നീറ്റ് UG പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ആദ്യ പത്തിൽ ഒറ്റ പെൺകുട്ടി. കേരളത്തിൽ നിന്ന് പരീക്ഷ എഴുതിയ 73,328 പേരടക്കം 12,36,531 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. രാജസ്ഥാൻ സ്വദേശിയായ മഹേഷ് കുമാറാണ് ഒന്നാമതെത്തിയത്. ആദ്യ 10 റാങ്കിൽ ഒരു പെൺകുട്ടി മാത്രമാണുള്ളത്. അതേസമയം കേരളത്തിൽ നിന്ന് ആരും ആദ്യ 100-ൽ ഉൾപ്പെട്ടിട്ടില്ല. മലയാളികളിൽ കോഴിക്കോട് നിന്ന് പരീക്ഷ എഴുതിയ ദിപ്നിയ DB ആണ് ഒന്നാമതെത്തിയത്. 109-ാം റാങ്കാണ് അഖിലേന്ത്യാ തലത്തിൽ ദിപ്നിയ നേടിയത്. ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടർ കത്തി നശിച്ചു. ഷൊർണൂർ തൃശൂർ സംസ്ഥാന പാതയിൽ രാവിലെ 6 മണിയോടെയാണ് ആക്ടീവ സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടത്. ആലിൻചുവട് ചുനങ്ങാട് സുബ്രഹ്മണ്യന്റെ വാഹനമാണ് അഗ്നിക്കിരയായത്. ഷൊർണൂർ ഭാഗത്തു നിന്നും ചെറുതുരുത്തി ഭാഗത്തേക്ക് വരികയായിരുന്നു സുബ്രഹ്മണ്യൻ. യാത്രക്കിടെ വാഹനം ചെറുതുരുത്തിയിലെത്തിയപ്പോൾ ആദ്യം സ്കൂട്ടറിൽ നിന്നും പുക ഉയർന്നു. അപകടമണത്ത് വണ്ടി നിർത്തി യാത്രക്കാരൻ ഇറങ്ങി മാറിയപ്പോഴേക്കും വാഹനത്തിന് തീ പിടിക്കുകയായിരുന്നു. വിവരമറിഞ്ഞു ഷൊർണൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. നിലമ്പൂരിൽ ഷാഫിയും രാഹുലും സഞ്ചരിച്ച വാഹനം തടഞ്ഞു പോലീസ്. നേതാക്കളുടെ പെട്ടി പരിശോധിച്ചു. വാഹനത്തിലുണ്ടായിരുന്ന നേതാക്കളുടെ സ്യൂട്ട് കേസാണ് പോലീസ് തുറന്നു പരിശോധിച്ചത്. നിലമ്പൂർ വടപുറത്തായിരുന്നു വാഹനം തടഞ്ഞുള്ള പരിശോധന. വാഹനത്തിൽ നിന്ന് പെട്ടി താഴെയിറക്കി പരിശോധിച്ചു. ചാരനിറത്തിലുള്ള പെട്ടിയിൽ നിന്നും വസ്ത്രങ്ങളും പുസ്തകങ്ങളുമാണ് കണ്ടെത്തിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് പരിശോധന. ഷാഫി പറമ്പലിന്റെ വാഹനത്തിലാണ് പരിശോധന നടന്നത്. വാഹനത്തിൽ ഷാഫിക്കും രാഹുലിനും പുറമെ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസും ഉണ്ടായിരുന്നു. വാഹന പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരോട് രാഹുൽ മാങ്കൂട്ടത്തിൽ കയർക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തൃശൂരിൽ മ്ലാവിറച്ചിയുടെ പേരിൽ യുവാക്കൾ ജയിലിൽ കിടന്നത് 35 ദിവസം. പരിശോധനാ ഫലത്തിൽ പോത്തിറച്ചിയെന്ന് കണ്ടെത്തൽ. തൃശൂർ ചാലക്കുടിയിൽ മ്ലാവിറച്ചിയുടെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചവർ യഥാർത്ഥത്തിൽ കൈവശം വെച്ചത് പോത്തിറച്ചിയെന്ന് കണ്ടെത്തൽ. ചുമട്ടുതൊഴിലാളികളായ സുജീഷും വണ്ടി ബ്രോക്കർ ജോബിയും മ്ലാവിറച്ചിയുടെ പേരിൽ ജയിലിൽ കഴിഞ്ഞത് 35 ദിവസമായിരുന്നു. മ്ലാവിറച്ചി വാങ്ങിയെന്ന പ്രതികളുടെ മൊഴിപ്രകാരമായിരുന്നു ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇരുവരെയും മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിക്കുകയായിരുന്നുവെന്നാണ് സുജീഷിന്റെയും ജോബിയുടെയും അഭിഭാഷകൻ പറയുന്നത്. ഒടുവിൽ രാസപരിശോധനാ ഫലം വന്നപ്പോൾ ഇവരിൽ നിന്നും പിടികൂടിയത് പോത്തിറച്ചിയാണെന്ന് കണ്ടെത്തുകയായിരുന്നു. സാമ്പത്തിക സഹായം നൽകിയത് കുറഞ്ഞുപോയി. കണ്ണൂരിൽ ബിഷപ്പ് ഹൗസിൽ കയറി വൈദികനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതി പിടിയിൽ. സാമ്പത്തിക സഹായം ചോദിച്ചെത്തിയ ആളാണ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോർജ് പൈനാടത്തിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. വൈദികൻ സഹായമായി നൽകിയ തുക കുറഞ്ഞുപോയെന്നാരോപിച്ച് കറിക്കത്തി ഉപയോഗിച്ചായിരുന്നു ഇയാൾ വൈദികനെ ആക്രമിച്ചത്. തനിക്ക് സുഖമില്ലാത്ത ആളാണെന്നും അതിനാൽ സഹായിക്കണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു. തുടർന്ന് വൈദികൻ 1000 രൂപ സാമ്പത്തിക സഹായം നൽകി. എന്നാൽ ഇത് കുറഞ്ഞു പോയെന്നാരോപിച്ചായിരുന്നു ആക്രമണം. സംഭവത്തിൽ കാസർഗോഡ് സ്വദേശി മുഹമ്മദ് മുസ്തഫയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വനത്തിനുള്ളിൽ ആദിവാസി സ്ത്രീ മരിച്ചത് കാട്ടാന ആക്രമണത്തിലല്ല, കൊലപാതകം. പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത്. തോട്ടാപുര ഭാഗത്ത് താമസിച്ചിരുന്ന സീതയാണ് കൊല്ലപ്പെട്ടത്. വനത്തിൽ വെച്ച് കാട്ടാന ആക്രമിച്ചു എന്നാണ് ഭർത്താവ് ബിനു പറഞ്ഞിരുന്നത്. ബിനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വന്യമൃഗ ആക്രമണ ലക്ഷണം ഒന്നും തന്നെ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നില്ല. ബിനു തന്നെയായിരിക്കാം കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കാട്ടാന ആക്രമണം ഉണ്ടായെന്നറിഞ്ഞ് സ്ഥലത്തെത്തിയത് മുതൽ സംശയമുണ്ടായിരുന്നുവെന്നും ഇൻക്വസ്റ്റിന് മുമ്പ് തന്നെ പോലീസിനോട് വിവരങ്ങൾ കൈമാറിയിരുന്നുവെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. എറണാകുളത്ത് വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച ആൾ അറസ്റ്റിൽ. ഇടപ്പള്ളി സ്വദേശി ബാബു ജോസഫിനെയാണ് ഇളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. 4 ലക്ഷം രൂപയും ഇവരിൽ നിന്ന് തട്ടിയെടുത്തുവെന്ന് പരാതിയിൽ പറയുന്നു. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.
ഇയാളെ പിന്നീട് റിമാൻഡ് ചെയ്തു. എടക്കരയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി, ഒരാൾ കസ്റ്റഡിയിൽ. റഹീം MP ഇടപെട്ടാണ് കരിങ്കൊടി കാണിച്ചയാളെ തടഞ്ഞത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി നിലമ്പൂരിലെത്തിയതായിരുന്നു മുഖ്യമന്ത്രി. എടക്കരയിൽ പൊതുയോഗത്തിൽ പങ്കെടുത്ത് മടങ്ങാനായി മുഖ്യമന്ത്രി വാഹനത്തിൽ കയറിയപ്പോഴാണ് കരിങ്കൊടി കാട്ടിയത്. വഴിക്കടവ് സ്വദേശി ഫൈസലാണ് കരിങ്കൊടി കാണിച്ചത്. സിസ്റ്റത്തിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് കരിങ്കൊടി കാണിച്ചതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. MV ഗോവിന്ദിന് ജമാഅത്ത് ഇസ്ലാമിയുടെ വക്കീൽ നോട്ടീസ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദിനെതിരെ നിയമ നടപടികളുമായി ജമാഅത്ത് ഇസ്ലാമി. പഹൽഗാം ആക്രമണത്തിൽ ജമാഅത്ത് പ്രതികരിച്ചിട്ടില്ല എന്ന MV ഗോവിന്ദിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് നടപടി. പച്ചക്കള്ളം പ്രചരിപ്പിച്ച് വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ CPM ശ്രമിക്കുകയാണെന്ന് ജമാഅത്ത് ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ പറഞ്ഞു. MV ഗോവിന്ദിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഷിഹാബ് പൂക്കോട്ടൂർ പ്രതികരിച്ചു. ജമാഅത്ത് ഇസ്ലാമി പഹൽഗാം വിഷയത്തിൽ ഇറക്കിയ പ്രസ്താവന കൂടി പങ്കുവെച്ചുകൊണ്ടാണ് പ്രതികരണം.